Francis Koch, they call him Oje, original Gunda. Writer, director, സുജീത് സാഹോയുടെ ഡയറക്ടർ. തമൻ എസ് ആണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. പേട അന്യായ പരിപാടി. ആക്ച്വലി ദിസ് ഫിലിം ഈസ് ടെക്നിക്കലി ടു ഗുഡ്. കാരണം ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ ടീംസാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. തമൻ ഇതിൽ കാത്തിച്ചിട്ടുണ്ട്. അതായത് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതിൻ്റെ അടുത്തൊക്കെ ചെയ്യുന്ന പരിപാടിയില്ലേ, അതുപോലെ എത്രത്തോളം ഒരു ഫിലിമിനെ എലവേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, അതുപോലത്തെ അപരാധ വാണപ്പടം ആണ് ഈ ഓജി എന്ന് പറയുന്നത്. ഒന്നാമതേ പവൻ കല്യാൺ, പുള്ളിയുടെ സെറ്റപ്പ് അറിയാലോ. അങ്ങനെ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിലെ തിരക്കട ആപ്പിൾ രാജുവിൻ്റെ കിങ് ഓഫ് കൊത്ത, അതിൽ ജെയ്ക്സ് ബി ജോയ് അറിഞ്ഞു പണിയ സാധനം അത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. കാരണം ഇങ്ങനത്തെ ഒരു പടത്തിനകത്ത് എത്ര സ്കോർ ഇട്ടിട്ടും കാര്യമില്ല. കാരണം എന്താ വെറും കാണിക്കുന്ന മുഴുവൻ ഇങ്ങനത്തെ, അതായത് ഫുള്ള് പോളത്തരം. ടെക്നീഷ്യൻസിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. റേഞ്ച് രവി കെ ചന്ദ്രൻ ISC, മനോജ് പരമഹംസൻ ISC, അതായത് സിനിമാറ്റോഗ്രാഫി. എഡിറ്റിംഗ് നവീൻ നൂലി. പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങളുടെ റേഞ്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ പണിയെടുത്തുള്ള ആളാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. കാരണം ഇത് വിൻറ്റേജ് കാലഘട്ടമാണ്, പിന്നെ 90s. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സാധനങ്ങൾ ആർട്ടിൽ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. അതൊരു സത്യം മാത്രമാണ്. AS പ്രകാശ്. ഇനി ആക്ഷൻ കൊറിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരുവിധം എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. A വിജയ്, പീറ്റർ ഹെയ്ൻ, കെച്ച, ദിലീപ് സുബ്രയ്യൻ, സുപ്രീം സുന്ദർ, ഇഷ്ടം പോലെ. കാരണം അങ്ങനത്തെ പണം മുടക്കി എടുത്തിരിക്കുന്ന പടമാണ്. പക്ഷെ എന്താ കാണിക്കുന്ന ഇയാളെ മറ്റേ ഓജി 1940 മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1940 ആ സമയത്തുള്ള ജപ്പാൻ പോസ്റ്റ് വേൾഡ് വാർ പീരീഡൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ യക്കൂസ, ഈ മറ്റേ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയിലും ഇതേ പരിപാടി തന്നെയായിരുന്നു. പിന്നെ തഗ് ലൈഫിൽ എന്തോ മെൻഷൻ ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് അതിൻ്റെ ഗ്ലിംസസ് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ യക്കൂസ ജക്കൂസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിപ്പോഴിതാ പിടിക്കുന്നത്. ഇപ്പോൾ ബോധിധർമ്മൻ ചൈന പിടിച്ചില്ലേ, അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള 1940 എന്തൊക്കെയോ കാണിക്കുക, ഏതൊക്കെ ജപ്പാനീസ് മായാതന കല, ഇവരെ മറ്റേ മാർഷൽ ആർട്സും പരിപാടിയെ കാണിച്ചിട്ടാണ് സിനിമയുടെ ആരംഭം. സിനിമ 1970s എത്തുകയാണ്. പ്രകാശ് രാജ്, ഞാൻ തമിഴാണ് കണ്ടത്, തെലുങ്ക് അല്ല, തമിഴ് ഡബ്ബാണ്. ഏതൊരു ഓഞ്ഞ സൗണ്ട്, പ്രകാശ് രാജിൻ്റെ സൗണ്ട് അറിയാലോ, എന്തിൻ്റെ റേഞ്ച് അറിയാലോ. ഇതിലേതോ ഓഞ്ഞ സൗണ്ട്, ഭയങ്കര മിസ്മാച്ച് ആയിട്ടുള്ള സൗണ്ടായിരുന്നു തമിഴിൽ. പിന്നെ ബോംബെ 1970 ബോംബെ, റോക്കി ബായ്. അതായത് ഈ KGF ഇൻഫ്ലുവൻസ് ഈസ് റിയൽ. അത് ഏത് പടം ആഫ്റ്റർ KGF, പോസ്റ്റ് KGF പീരീഡിൽ വരുന്ന ഇത്തരം ഗാങ്സ്റ്റർ മൂവീസിൽ, അല്ലെങ്കിൽ വിൻറ്റേജ് മുംബൈ ബേസ്ഡ് മൂവീസിനകത്തും ഗാങ്സ്റ്റർ പരിപാടിക്ക് മൊത്തത്തിൽ KGF ഇൻഫ്ലുവൻസാണ്. ഇത് പക്ക ഇതിൽ KGF ഇൻഫ്ലുവൻസ് ഉണ്ട്. സലാറിൻ്റെ പരിപാടികളുണ്ട്. അതായത് ഒരു എന്താ, ഒരു സ്വതന്ത്രമായിട്ടൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി KGF. ഇനി KGF പോലൊരു പടം KGF 3 മാത്രമേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഏത് പടം എടുത്തു കഴിഞ്ഞാലും KGFൻ്റെ ഒരു ഇമിറ്റേഷനായി പോവാം, എന്നിട്ട് മൂഞ്ചി പോവാം. അതാണ്. അങ്ങനെ എത്രയോ പടങ്ങൾ വന്ന് ഞാൻ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. മറ്റേ ഇയാളെ പടം വന്നിട്ടുണ്ട്, മറ്റേ കുഴിമന്തി, കപ്സ. പിന്നെ കന്നഡയിൽ തന്നെ വേറൊരു പടം വന്നിട്ടുണ്ട്, മാർട്ടിൻ. അതായത് നടക്കൂല മക്കളെ. KGF ഈസ് KGF. ദാറ്റ്സ് ദ OG, ദ റിയൽ OG ആണ് KGF. ഇത് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. പിന്നെ പവൻ കല്യാണിനൊക്കെ പറ്റുമോ? ഇതിൽ പ്രഭാസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്ക്രീൻ പ്രസൻസും ഓറയും സകലം കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇയാൾക്കതില്ലാന്നല്ല, പക്ഷേ ഇതുപോലത്തെ ബോംബ് പടത്തിനകത്ത് എന്താ കാണിക്കുന്ന ടെക്നിക്കലി ഇത്രയും ഗുഡ് ക്വാളിറ്റി. അതായത് ഇതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സും അപ്പോഴും തമൻ കത്തിച്ച പരിപാടി തമൻ ചെയ്ത് വെച്ച്. പിന്നെ അദ്ദേഹത്തിന് ഇൻട്രോ വേറെ വിൻറ്റേജ് കോസ്റ്റ്യൂമിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇയാൾ 1000 പേരെ കൊല്ലും. എവളോ 1000 പേരെ. മുരുകദോസൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, കത്തിയിൽ വിജയ് 50 പേരെ അടിക്കും. 50 പേരെ അണിപ്പിയല്ലോ വില്ലൻ. 50 പേരെ അടിക്കുന്ന ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോയിൻ ഫൈറ്റ് സെറ്റ് കൊറിയോഗ്രാഫി ചെയ്തെടുത്തത്. ഇതിൽ 1000 പേരെ കൊല്ലുന്നു. ഇയാൾക്ക് മറ്റേതുണ്ടല്ലോ, ഇത് പറഞ്ഞാൽ നിഞ്ച അസാസിൻ മുതൽ ഡെഡ്പൂൾ വരെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാള് കൊണ്ട്
വാളുകൊണ്ട് അങ്ങ് അറഞ്ചം പുറഞ്ചം വെട്ടിക്കളിക്കുക. എന്തൊക്കെ അവരത് കാണിക്കുന്നറിയാം വാളും കൊണ്ട്. 1993 അതായത് 1990s പിന്നെ പ്രസൻറ്റ് ടൈമായിട്ട് ഇതിൽ കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ആർട്ട് നല്ല പണിയാണ്. പിന്നെ നമ്മുടെ സുദേവ് നായരുണ്ട് മലയാളത്തിലുള്ള ഭൂലോക വാണ കോമഡി പീസ് ക്യാരക്ടർ. പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെ, പുള്ളിയുടെ അഭിനയം പിന്നെ അറിയാമല്ലോ. ഭീഷ്മപർവ്വത്തിലെ വില്ലനായിട്ട് വന്ന ആളാണ്. എനിക്ക് ഭീഷ്മപർവ്വം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള മെയിൻ കാരണം അദ്ദേഹത്തെ വില്ലനാക്കിയത്. മമ്മൂട്ടിക്ക് വില്ലൻ സുദേവ് നായർ, ഇതെന്താ തമാശ കളിയാം, അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് സുദേവ് നായർ ക്യാരക്ടർ എന്തൊക്കെയോ കാണിക്കുന്ന ടിപ്പിക്കൽ മൊണ്ണ വില്ലൻ. എന്നിട്ട് ലാസ്റ്റ് ഗ്യാസ് എക്സ്റ്റിങ്ഷറൊക്കെ തലയിൽ വീഴുക. എന്നിട്ട് റബ്ബർ തല സുദേവ് നായർക്ക്. അവൻ പേര് ദില്ലി അർജുൻ ദാസ് ഓൾവേസ് ഗുഡ് ടു വാച്ച്. കാരണം അർജുൻ ദാസിൻ്റെ ആ ഒരു പ്രസൻസ് ഭയങ്കര ഏത് സിനിമയിലേക്ക് കഴിഞ്ഞാൽ. ഭാഗ്യത്തിന് തമിഴിൽ അദ്ദേഹം തന്നെ ഡബ് ചെയ്തിരിക്കുന്നത്. അർജുൻ ദാസിനങ്ങ് ഏതെങ്കിലും മൊക്ക സൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ ഇറങ്ങിപ്പോയേനെ. അർജുൻ ദാസ് നല്ല രസമാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ശ്രേയ റെഡ്ഡി ഉണ്ട്, അറിയാലോ, സലാറിലുണ്ടായിരുന്നു, പഴയ SS മ്യൂസിക്കൽ ആങ്കറാണ്. ശ്രേയ റെഡ്ഡി കറക്റ്റ് സലാറിലെ ക്യാരക്ടർ. ഭയങ്കര സ്ത്രീ, ഭയങ്കരമായിട്ടുള്ള സ്ത്രീ. ഓജി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സുനിൽ ഓജി അല്ല, ഇതിലെ ഓജി എന്ന് പറയുന്നത് ഇയാളുടെ പേരാണ്. ഓജസ് ഗംഭീരനാണ് അവൻ. ഗംഭീരൻ ഓജസ് ഗംഭീര, ഒരു ഓഞ്ഞ ഗംഭീര, അതാണ് ഓജി. എന്നിട്ട് പിന്നെ ഈ അർജുൻ ദാസിൻ്റെ വോയിസിൽ ഇങ്ങനെ KGF പോലെ ഇങ്ങനെ വോയിസ് ഓവറിൽ ഇങ്ങനെ പറയുക, ഇയാൾ ഇതായിരുന്നു പോർട്ട്, ഗാങ് വാർ, ഷിപ്പ്, മുംബൈ. പടം തുടങ്ങി 1 മണിക്കൂറായിട്ടും ബിൽഡപ്പ്. അതായത് ഓജിക്കുള്ള ബിൽഡപ്പാണ്. ഇവൻ സാധാരണമാണ് ആളല്ലേ, ഇവൻ തനി ഒരുത്തൻ, എന്നിട്ട് മധുരൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കോമഡി ഉണ്ടായത് എന്ത് പറയാ, ബൂഗിമാൻ, വെറുതെ പറയിപ്പിക്കുന്നുണ്ട്, ബൂഗിമല്ല തുറമുട്ടിയ വളിമാൻ അങ്ങനെ. എന്നിട്ട് സ്കൂൾ ബാഗ് എടുത്തിട്ട് ഒരു വാളിൻ്റെ മുകളിൽ ഇയാളെ മറ്റേതുണ്ടല്ലോ വാള് സോഡ്, അതിൽ തൂക്കിയിട്ട് ഇങ്ങനെ സ്കൂൾ കുട്ടി പോകുന്ന പോലേക്ക് ഇങ്ങനെ പോയി കളിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ വിക്ക് എന്ന് പറയുന്നത് ദ മാസ്റ്റർ പീസ്, ദ വൺ ആൻഡ് ഓൺലി പീസ്. അതിൽ നമുക്ക് ഒരൊറ്റ ഫോൺ കോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കൺവിൻസ്ഡ് ആവുന്നുണ്ട് ജോൺ വിക്ക് ആരാണെന്ന്. ഇതിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുക. എന്തേ ഒരു വയ്യ 1 മണിക്കൂറായിട്ട് ഇവർ കഷ്ടപ്പെടുക, ഓജി എന്ന് പറഞ്ഞിട്ട്. അതുപോട്ടെ. പിന്നെ പ്രിയങ്ക അരുൾ മോഹൻ ഇതിലെ നായിക, ഈ പരട്ടക്കളവൻ്റെ നായികയാണ് പിന്നെ പ്രിയങ്ക അരുൾ മോഹൻ. എന്നിട്ട് ഇവരുടെ കെമിസ്ട്രി, ഇൻറ്റിമേറ്റ് സീന്, കിസ്സിങ്, പരിപാടി, പാട്ട്, എന്നിട്ട് ഈ പാവാട ഗംഭീരൻ്റെ ഡാൻസും കൂത്തും, പിന്നീട് ഗർഭം, പ്രസവം, അങ്ങനെ ഒരു ട്രാക്ക് കുറേ സമയം. ഇമ്രാൻ ഹാഷ്മി പാവം, പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. പുള്ളിയുടെ ഒരുപാട് സിനിമകൾ ഞാൻ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളത്. പുള്ളിക്ക് ഇതിൽ സത്യം പറയാൻ ഭയങ്കര ഒരു ഓമി എന്ന് പറഞ്ഞിട്ടൊരു വാണ ക്യാരക്ടർ. സീൻസും കുറവാണ്, പുള്ളി ഇല്ല ഇതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ അവസ്ഥ അതാണ്, ഇമ്രാൻ ഹാഷ്മിയുടെ അവസ്ഥ. സിനിമയ്ക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടാൻ കാരണം ഇതിൽ വെറുതെ ഫോർ ദ സേക്ക് ഓഫ് കുറേ വയലൻസ്, മറ്റേ റോക്കി ബൈ വയലൻസ് പറഞ്ഞ പോലെയല്ല, ഇതിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള വയലൻസ്. വെറുതെ വാളെടുത്തതാ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഇതിവിടെ ഇപ്പുറം വരും. ഇതിങ്ങനെ കാണിക്കും. എന്നിട്ട് കുറേയൊക്കെ ബ്ലറായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ മര്യാദ കാണിച്ചാൽ പോരെ, അവനോടിരിക്കായിരുന്നല്ലോ, അതുമില്ല. അതിൻ്റെ തലവെട്ട്, കൈവെട്ട്, പിന്നെ ഇയാൾക്ക് പ്രത്യേകതര ആയുധങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ബൂമറാങ് പോലത്തെ എന്തോ കത്തി പോലത്തെ സാധനം, അതിങ്ങനെ പോയിട്ട് തലവെട്ടിയിട്ട് തിരിച്ചു വരും. പിന്നെ ഒരു വാളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ വാൾ സ്വന്തം പോയിട്ട് 10 പേരെ തലവെട്ടിയിട്ട് തിരിച്ചു വരും. ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുക. ഒരു ബൈക്കിൽ വരുന്ന ഒരുത്തൻ്റെ കൈവെട്ട്, എന്നിട്ട് ബൈക്ക് ഇങ്ങനെ പോവാ മുന്നോട്ട്. എന്താ ആക്സിലേറ്റർ പിടിച്ചിരിക്കുമ്പോഴാണല്ലോ കൈവെട്ടി. അപ്പോൾ ആള് പോയി, കൈ മാത്രമേ ഉള്ളൂ. ടെസ്ലയുടെ കാറൊക്കെ പോലെ ഇതൊന്ന് മറ്റേ ഡ്രൈവറില്ലാതെ പോകുന്ന പോലെ. എന്നാൽ പിന്നെ ആളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ വെട്ടിക്കളഞ്ഞാൽ പോരെ. ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതൊക്കെയാണ് മാസ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീരൻ്റെ വാളിന് വേറെ പ്രത്യേകമുണ്ട്. ഗംഭീരൻ്റെ വാളിന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തീ പിടിക്കും. അത് വാളിങ്ങനെ എടുക്കുമ്പോഴത്തന്നെ വാളിന് തീ പിടിക്കും. എന്നിട്ട് വാൾ വെച്ച് വീശലാണ്. അപ്പോൾ ഇയാളിങ്ങനെ വാൾ വെച്ച് വീശുന്ന സമയത്ത് തീ, സുദേവിൻ്റെ ഞാൻ പറഞ്ഞില്ല കോമഡി പീസ് ക്യാരക്ടർ, സുദേവിൻ്റെ വയറിനുള്ളിൽ തീ കയറും. കാരണം വാളിൽ ഓൾറെഡി തീ ഉണ്ടല്ലോ. അപ്പോൾ ഈ വാൾ വെച്ച്
വീശി വെട്ടിയത് കൊണ്ട് അതിനുള്ളിൽ തല കയറും, തലയല്ല തീ കയറും, എന്നിട്ട് തീ പിടിക്കുക. ഇതാ ഇൻ്റർവെല്ലിൽ ഭയങ്കര തമൻ കത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം, പറക്കുന്ന ഗംഭീരം പറക്കുക. അതിനിടെ ഒരാൾക്കൊരു കളവന് കുത്തുകൊണ്ട് കളവ ചത്തിട്ടില്ല കളവൻ, എന്നിട്ട് കളവൻ കൊണ്ട് പറയാം ഗംഭീരൻ 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 എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരയുന്നു കളവൻ. എന്നാൽ പിന്നെ അയാൾക്ക് ചത്തൂടെ, അവിടെ കിടന്ന് കരയുക. എന്നിട്ട് ഇങ്ങനെ കുറേ 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 അപരാധ ഫൈറ്റും. ഇൻ്റർവെല്ലായപ്പോഴും ഭയങ്കര സമാധാനമായിരുന്നു. കാരണം ഈ അപരാധം കാണാൻ നിർത്തി. ഇത് മലങ്കൾട്ടായിട്ട് പോലും കാണാൻ പറ്റൂലേ. മലങ്കൾട്ടാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇത് അതുമില്ല, അസഹനി. ഇൻ്റർവെല്ലായപ്പോൾ ഭയങ്കര സമാധാനം. പിന്നെ അങ്ങനെ ആലോചിക്കുക, ഇനിയിപ്പോൾ ഇത് വീണ്ടും ഇത് കാണണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമായിരുന്നു. മിഡിൽ ഈസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ജാക്കി ഷെറോഫ് വരുന്നു. പിന്നെ നമ്മുടെ താടിലാൽ, പുള്ളിയെ മിന്നായം പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു മിന്നായം പോലെ. അതായത് ബാബുരാജ് പല സിനിമയിലും അന്യഭാഷ സിനിമയിൽ പോലും കാണിക്കുന്നതിനേക്കാളും കുറവ് സമയം മിന്നായം പോലെ കണ്ടുപോയിട്ടുണ്ട്. അതിനിടയ്ക്ക് അർജുൻ ദാസിൻ്റെ കൈ കിടന്നിട്ട് ഒരു തോക്ക് പൊട്ടും. ഒരു തോക്ക് പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് മറ്റേ ഉണ്ടയും വരുന്നുണ്ട്, പുകയും വരുന്നുണ്ട്, പക്ഷേ ശബ്ദമില്ല. അതെന്ത് തോക്കാത്, അതെന്ത് തോക്കാത്. പഴയകാല തമിഴ്നാടിന് ശ്യാമൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിമൻറ്റ് കട്ടയിൽ, പഞ്ചിങ് ബാഗിന് പകരം സിമൻറ്റ് കട്ടയിൽ ഇങ്ങനെ പഞ്ച് ചെയ്ത് കളിക്കുന്ന ഗംഭീരൻ. പിന്നെ RRR ഇൻ്റർവെല്ലിന് മറ്റേ മൃഗങ്ങളെ കൊണ്ടുവരുന്ന ലോറി ഉണ്ടല്ലോ, അത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് പുള്ളി, ഗംഭീരൻ. ഇത് ഹൈക്കു ആണ്, ജപ്പാനുള്ള അറിയാലോ ഹൈക്കു. ഇതിങ്ങനെ ചൊല്ലുക. ആ സമയത്ത് ഇമ്രാൻ ഹാഷ്മിയുടെ ഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്ത് തേങ്ങയുടെ പറയുന്നുള്ള സാധനമല്ലേ. പുള്ളി ഇങ്ങനെ നോക്കുക, കറക്റ്റ് മീൻ പീസ്, കറക്റ്റ് സാധനം. ക്ലൈമാക്സിലൊക്കെ ഫുള്ള് കാട്ടവരാതാണ്, ഫുള്ള് കാട്ടവരാതം. അതിലേറ്റവും വലിയ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വാളുണ്ടല്ലോ, കുറേ ഗൺസ് എടുത്തിട്ട് അവിടെ ഈ ജോണി എന്ന് പറഞ്ഞ ഗണ്ണൊക്കെ ഉണ്ട്, ജോണി യെസ് പപ്പ അതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത്രയും ഉണ്ടകൾ, വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് വരുമ്പോഴിങ്ങനെ വാള് വെച്ചിട്ട് ഇങ്ങനെ തടുക്കുക ഉണ്ടകൾ. ആലോചിക്കണേ, വാള് വെച്ച് ഉണ്ടകളിങ്ങനെ തട്ടി തട്ടി കളിക്കുക. ആര്? ഗംഭീര. ഇതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്, ആ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് മനസ്സിലായല്ലോ. ഒറൂച്ചി ജൻഷി. ഇനി ഇതിൻ്റെ 2 ഉണ്ട്. OG2 ഫിലിപ്പിൻ്റെ